ഇന്നത്തെ ഹിന്ദു ദിനപത്രമാണിത്. എല്ലാവരും കാണുക. വളരെ രസകരമാണ് പത്രം. ദ ഹിന്ദു എന്നുള്ള ഇംഗ്ലീഷ് പേര് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മലയാളമാണ്. ഹിന്ദു ദിനപത്രമാണ്. ഹിന്ദു ദിനപത്രം ഇംഗ്ലീഷ് പത്രമാണ്. പക്ഷേ ഈ ഒരു ടൈറ്റിൽ ഒഴിച്ച് ബാക്കിയെല്ലാം മലയാളമാണ്. പൂട്ടലിൻ്റെ വക്കൽ KSRTC 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ. ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. ടാറിനും കുടിശ്ശിക. റോഡ് പണി നിലച്ചു. ദേശീയപാത വികസനം മതിയാക്കിയ അതോറിറ്റി. എങ്ങും എത്താതെ ഗെയിൽ പൈപ്പ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വാർത്തകളാണ്. മൂന്നാമത്തെ പേജും അതേ ഹിന്ദുവിൻ്റെ തന്നെ മൂന്നാമത്തെ പേജിലും കുറേ വാർത്തകളുണ്ട്. മൂന്നാമത്തെ പേജിലുള്ള വാർത്തകളെന്ന് പറയുന്നത് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ തുടങ്ങി. കേരളത്തിൽ വിളിച്ച വിപ്ലവം. പാഠപുസ്തകങ്ങൾ തുറന്നു. ലാഭത്തിലായി KSRTC. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെ മൂന്നാമത്തെ പേജിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പിണറായി ഗവൺമെൻറ് ഇപ്പോഴത്തെ കാര്യങ്ങളും, ഒന്നാമത്തെ പേജിൽ കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് പിണറായി ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തിന് മുമ്പുള്ള കഴിഞ്ഞ ടേമിൻ്റെയും പിണറായി വിജയന് മുമ്പുള്ള UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വാർത്തകളുമാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, പ്രതീകാത്മക വാർത്തയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സംഭവിക്കാൻ പോണത് 2 അപകടമാണ്. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപകടം. ഒന്നാമത്തെ അപകടം, ഇതിൽ 1-ാം പേജിലും വാർത്തകളുണ്ട്, 3-ാം പേജിലും വാർത്തകളുണ്ട്. പക്ഷെ 1-ാം പേജിലെ വാർത്തകൾ മാത്രം ആളുകൾ വായിച്ചാൽ, 1-ാം പേജിലെ വാർത്തകൾ മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ, വാർത്തകളിൽ തീയതിയൊന്നും ഇല്ലല്ലോ, ആളുകൾ വിചാരിക്കും ഈ സമയത്തുള്ളതാണ്. അത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ഇതാരാണ് പിയാടിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഏത് വർഷമാണ് ഈ പരസ്യം ഡിസൈൻ ചെയ്തവർക്കാണ് ഭ്രാന്ത്. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്, ഇന്ന ദിവസത്തെ പത്രത്തിലെ ഇന്ന വാർത്ത, ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ മുമ്പുള്ളത്, അങ്ങനെ ഇടാതെ ഇങ്ങനെ ഇട്ടാൽ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ഇതിൻ്റെ ഗുണം കിട്ടത്തില്ല, ഗവൺമെൻറ്റിന് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തവർക്ക് പറ്റിയ ഒരു അപകടം. അത് പിയാടിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതുപോലത്തെ അലുക്കുലിക്ക് പരിപാടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി തലയ്ക്ക് മൂളയുള്ള ആരെങ്കിലും വിളിച്ചിരുത്ത് ഡിസൈൻ ചെയ്യിക്കണം. ഇത് ഡിസൈൻ ചെയ്ത് തെറ്റിപ്പോയി. കാരണം ഫസ്റ്റ് പേജ് മാത്രം, ഞാൻ പറഞ്ഞല്ലോ, 1-ാമത്തെ പേജ് മാത്രം ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിലെയോ പോസ്റ്ററായിട്ടൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രത്തിൽ, ഹിന്ദു പത്രത്തിൽ കേരള സർക്കാർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു, ബാക്കി പരസ്യമൊന്നുമില്ല. അതേസമയം അടുത്ത ചില നൈതികമായ ചോദ്യങ്ങളുണ്ട്, ധാർമ്മികമായ നൈതികമായ ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, PRD എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ഒരിക്കലും PRD ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ല. കാലാകാലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിലെത്തിക്കുന്ന ഏജൻസിയാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. IPRD ആണ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ്, അതായത് ഇക്കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ്, 2026 2016 മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെയും മുൻപുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെയും പരസ്യങ്ങളെ സംബന്ധിച്ചും വലിയ വികസനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനപഥത്തിലും കേരള കാളിങ്ങിലും വലിയ പരസ്യങ്ങൾ പത്രങ്ങളിലും കൊടുത്തിട്ടുള്ള PRDയുടെ ഫയലുകൾ അവിടെയുണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ അത് തെറ്റെന്ന് പറയണം, അല്ലെങ്കിൽ ഇത് തെറ്റെന്ന് പറയണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തെറ്റെന്ന് പറയണം. ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്, PRD ഉദ്യോഗസ്ഥരും തുടർച്ചയാണ്. അതുകൊണ്ട് നൈതികമായി, ധാർമ്മികമായി ഈ പരസ്യം കൊടുത്തത് ശുദ്ധ അസംബന്ധം. ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നന്മകൾ എന്നൊക്കെ പറയാം, വാർത്തകൾ കൊടുക്കാം. പവർ കട്ട് ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് പവർ കട്ട് മാറ്റിയെന്ന് പറയാം. പവർ കട്ട് മാറ്റിയത് നിങ്ങളല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് പോട്ടെ, കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എടുത്തിട്ട് ഇവിടെ പവർ കട്ട് മാറ്റിയെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അതേസമയം മറ്റ് കാര്യങ്ങൾ, KSRTC മറ്റ് കാര്യങ്ങളൊക്കെ പറയാം, ഇങ്ങനെ നിന്നത് ഇങ്ങനെ മാറി എന്ന് പറയാം. പക്ഷേ ഇത് ശുദ്ധമായ തെമ്മാടിത്തരമാണ്. 1. 2, നിങ്ങളുടെയും എൻ്റെയും ടാക്സിൻ്റെ പണമാണ് എടുത്ത് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ അംഗനവാടികൾക്ക് കൊടുക്കാൻ പൈസയില്ല, ആശാ വർക്കേഴ്സിന് പൈസ കൊടുക്കാൻ പൈസയില്ല, 2500 രൂപ പെൻഷൻ 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞത് കൊടുക്കാൻ പൈസയില്ല, സ്കീം തൊഴിലാളികൾക്ക് 21,000 ആക്കുമെന്ന് പറഞ്ഞത് കൊടുക്കാൻ പൈസയില്ല, DA കൊടുക്കാൻ പണമില്ല, ശമ്പള പരിഷ്കരണത്തിന് പണമില്ലാത്തതുകൊണ്ട് ശമ്പള പരിഷ്കരണം നീട്ടിവെച്ച് കൊണ്ടുപോയി.
DA കുടിശ്ശിക 296 ദിവസത്തെ 284 ദിവസത്തെ DAയും DRും കൊടുക്കാനില്ലാത്തത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട് അത് പ്രഖ്യാപിച്ചിട്ട് 8 ഗഡുക്കളായിട്ട് അടുത്ത വർഷം അടുത്ത ഗവൺമെൻറ് കൊടുക്കട്ടെ ആരായാലും എന്നുള്ള രീതിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജുകളിലെ ആളുകൾക്ക് DA കൊടുക്കാൻ പൈസ ഇപ്പോൾ അനുവദിച്ചു, ഇനി എന്ന് കൊടുക്കുമെന്നറിയില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ നിത്യനിദാന ചെലവുകൾക്കോ ശമ്പളം കൊടുക്കാനോ അലവൻസ് കൊടുക്കാനോ ലീവ് സറണ്ടർ കൊടുക്കാനോ ഒന്നും പണമില്ലാതിരിക്കുന്ന ഗവൺമെൻറ്റാണ് ശുദ്ധമായ തെമ്മാടിത്തരം പോലെ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ ഈ ഗവൺമെൻറ്റിൻ്റെയോ അല്ല 10 വർഷത്തെയും കൊടുക്കാൻ പറ്റത്തില്ല, 5 വർഷത്തെ 10 വർഷത്തെ കഥയില്ല. ഈ 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, 5 വർഷത്തേക്കാണ് ഗവൺമെൻറ്, അതാത് 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാം, പിയാടിക്കത് വാർത്തയാക്കാം ഒക്കെ ചെയ്യാം. അതിനപ്പുറം പിയാടി കടന്നാൽ പിയാടി ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയം ചോദ്യം ചെയ്യേണ്ടി വരും. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, പൊതുസമൂഹം ചോദ്യം ചെയ്യും, ഇലക്ഷനിൽ അത് ചോദ്യം ചെയ്യപ്പെടും, പല രൂപത്തിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് ഇതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തെങ്കിലും അത് ശുദ്ധമായ ഒരു തിരിച്ചടിയായിട്ടായിരിക്കും ഗവൺമെൻറ്റിന് വരുന്നത്. ഒരു കാരണവശാലും ഗവൺമെൻറ് ഇതിനകത്ത് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെയും എൻ്റെയും നികുതി പണം എടുത്ത് ദുർച്ചെലവ് നടത്തുന്നു, പാഴ്ചെലവ് നടത്തുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ നിങ്ങൾ നോക്കൂ, ഏത് ട്രാൻസ്പോർട്ട് ബസ്സിൽ അതിനകത്ത് ഫ്ലെക്സ് ഒട്ടിച്ച് നാശക്കോട്ടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നെ കോൺഗ്രസിൻ്റെയൊക്കെ സമരത്തിൻ്റെ ഭാഗമായി വ്യാപകമായി അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കീറിപ്പറഞ്ഞ ഫ്ലെക്സുകളുമായിട്ടാണ് വിനൈൽ ബോർഡുകളുമായിട്ടാണ് ട്രാൻസ്പോർട്ട് വണ്ടി ഓടുന്നത്. അതിൻ്റെ പെയിൻറ്റുമൊക്കെ ഇളകി എത്ര നിരുത്തരവാദപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ജംഗ്ഷനുകളിൽ കൊണ്ട് വാഹനമിട്ട് അതിൻ്റെ പരസ്യം, എല്ലാത്തിലും പിണറായിയുടെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചിട്ട് പരസ്യത്തോട് പരസ്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലേ പരസ്യത്തിനപ്പുറം? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യം കൊണ്ടാണോ ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വിളിച്ചു കൂവിയാണോ വോട്ട് പിടിക്കുന്നത്? എന്തായാലും അതീവ ഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറൊരു ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വിഷയങ്ങളെടുത്ത് കൊടുത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് അത് പിയാടി തന്നെ കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങൾ പറയേണ്ട പിയാടി തന്നെ പരസ്യം കൊടുത്ത് ജനങ്ങളെ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കഥയാണ്. ആടിനെ തല്ലിക്കൊല്ലുകയാണ്, പേപ്പട്ടിയാക്കിയിട്ട് ആടിനെയാണ് തല്ലിക്കൊല്ലുന്നത്, പേപ്പട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ തല്ലിക്കൊല്ലുന്ന കഥ ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ രസകരമാണ്. ഞാൻ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇത് മാത്രം ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉണ്ട്, പരസ്യമല്ലേ. അപ്പോൾ ഇത് മാത്രം കണ്ടാൽ, ഇതിൻ്റെ പ്രയോജനം മാത്രം കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർ കൂടി തിരിച്ചടിക്കുമെന്ന് പിണറായിയുടെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ.